നമ്മളൊരു ഭക്ഷണ വിശേഷമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ പല ഇലക്കറികളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിലേറ്റവും ഔഷധ ഗുണമുള്ള ഒരു ഇലയാണത്. ഇത് തഴുതാമ എന്ന് പറയും, അതേപോലെ പുനർനവ എന്നും പറയാറുണ്ട് ഇതിനെ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യം കൂടെയാണത്. മഴക്കാലത്താണ് കേട്ടോ കൂടുതലായിട്ടും ഇത് ഉണ്ടാവുക. വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് പാടെ ഇത് ഇല പോലും ഇല്ലാതെ പോവുകയാണ് ചെയ്യുക. മഴക്കാലമാകുമ്പോൾ വീണ്ടും തളിർത്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇല. പൂവായിട്ടും ഉണ്ടാവാറുണ്ടത്. നന്നായിട്ട് ഇലകളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുക. വയലറ്റ് പൂവാണ് ഇതിനുണ്ടാവുക. ഏറ്റവും നല്ല സ്ഥലത്തുള്ള ഇല നോക്കി നമ്മൾ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നളപാചകം കൂടെയാണ് കേട്ടോ. അപ്പോൾ ബിജോയാണ് ഉണ്ടാക്കുന്നത്. നമുക്കത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കാണാം. ഇല ആദ്യം നന്നായിട്ട് വൃത്തിയുള്ള ഇലകൾ എടുത്തിട്ട് നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. തണ്ട് പച്ച കളറുള്ള തണ്ടായിരിക്കും, വയലറ്റ് പൂവും. പണ്ട് കാലങ്ങളിൽ മഴക്കാലത്തൊക്കെ ഒരുപാട് ഇലക്കറികളൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് ഉപ്പേരിയായിട്ടും കറികളായിട്ടും ഒക്കെ തന്നെ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇലക്കറികൾ ഉപയോഗിക്കുന്നത് കുറവാണ്. അതും ഇങ്ങനെ മഴയത്ത് ഉണ്ടാവുന്ന മുളച്ചു വരുന്ന സസ്യങ്ങൾ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല പുതുതലമുറ. അപ്പോൾ ഇത് നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്, അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ തഴുതാമ നമുക്ക് പല വിധത്തിലും നമുക്ക് ഉപയോഗിക്കാം. തോരനായിട്ടും മോരുകറിയായിട്ടും ഒക്കെ. അപ്പോൾ നമ്മളിവിടെ ഇതിനായിട്ട് ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ കടുകും അതേപോലെ വറ്റൽമുളകും കറിവേപ്പിലയും അതേപോലെ ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്, അരിയും എടുത്തിട്ടുണ്ട്, അതേപോലെ തേങ്ങ വറ്റൽമുളകും ജീരകവും ചതച്ചെടുത്തിട്ടും ഉണ്ട് നമ്മൾ. ഇനി ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. ഈ ഒരു തഴുതാമേൻ്റെത് പറയുകയാണെങ്കിൽ ഹൃദയ സംബന്ധമായതും വൃക്ക സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. നമ്മളിതിലേക്ക് ഉഴുന്ന് പരിപ്പിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ കഴുകി വെച്ച അരിയും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ ഉഴുന്ന് പരിപ്പും അരിയും ഒക്കെ കൂടെ. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഉപ്പേരിക്കും തോരനൊക്കെ ഉപയോഗിക്കുമ്പോൾ അരിയും ഉഴുന്ന് പരിപ്പും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് നമ്മളിത്. ഇനി നമ്മൾ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് തഴുതാമേൻ്റെ ഇല നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് വാടി വരുമ്പോഴാണ് ഇനി നമ്മൾ ബാക്കിയുള്ള ചേരുവയൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ചട്ടിയിലോ അതേപോലെ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഇത് ഏറ്റവും നന്നാവുക. നമുക്ക് അതേപോലെ അതിൻ്റെ ഇലകളുടെ ഗുണങ്ങൾ അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. മൺചട്ടിയും അതേപോലെ ഇരുമ്പ് ചട്ടിയിലും ഇങ്ങനെയുള്ള തോരനൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും നന്നാവുക. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എരിവിന് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. ഹെൽത്തി ആയിട്ടുള്ള അതേപോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്നൊരു തോരനും കൂടെയാണത്. നമ്മളുടെയൊക്കെ വീട്ടുമുറ്റത്തുണ്ടാവും. ഏറ്റവും നല്ല സ്ഥലത്തുള്ള
തഴുതാമ ഇലകൾ പറിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഈ മഴക്കാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആരോഗ്യവും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതും ആയതുകൊണ്ട് ടേസ്റ്റുമാണ് ഒരുപാട്. തേങ്ങയും ജീരകവും വറ്റൽ മുളകും കൂടെ ചതച്ചതാണ് ഇനി നമ്മൾ ചേർത്തത് ഇതിലേക്ക്. ഇലകളൊന്ന് വാടി വന്നിട്ടേ ഉള്ളൂ, ഒരുപാടങ്ങ് വഴറ്റിയിട്ടില്ല നമ്മൾ, കാരണം ആ ഇലയുടെ അതേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ തേങ്ങയും ജീരകവും എല്ലാം കൂടെ ഇതിലൊന്ന് പിടിച്ച് വന്നാൽ മാത്രം മതി. ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട്. ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ തോരൻ. അപ്പോൾ ഈ മഴക്കാലം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ചൂട് ചോറും അതേപോലെ പരിപ്പും കായയും കറിയും കൂട്ടത്തിൽ കായയുടെ തന്നെ മെഴുക്ക് പുരട്ടിയും ഉണ്ടെങ്കിൽ, പിന്നെ കുറച്ച് തഴുതാമയുടെ ഉപ്പേരി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണമെന്നില്ല. വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിൽ ഇത് തന്നെ ധാരാളമായിരിക്കും. അച്ചാറും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇനി നമ്മളെ ഈ തഴുതാമ ഉപ്പേരിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഈ ഒരു മഴക്കാലവും എല്ലാം ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇലക്കറികൾ നമ്മളുടെ ആരോഗ്യശീലത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനിയുള്ള യാത്രകളിലും കൂടെ ഉണ്ടാവാൻ പറ്റും നിങ്ങൾക്ക്. താങ്ക് യു.